എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുണ്ടക്കയത്തുള്ള നടക്കൽ ട്രാവൽസിൻ്റെ സ്റ്റിക്കർ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. നടക്കൽ ട്രാവൽസ് അടുത്തിടെ വാങ്ങിയൊരു ബസ്സാണിത്. ഇതിനു മുമ്പ് കുമളിയിൽ നിന്നും കട്ടപ്പന വഴി എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കൊച്ചിൻ എന്ന ബസ്സാണിത്. റൂട്ട് എനിക്ക് വ്യക്തമല്ല, ഞാനീ പറഞ്ഞ റൂട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സ്റ്റിക്കർ വർക്കിന് വേണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്നും മുണ്ടക്കയം വരെ വന്ന് ചെയ്യുകയാണിത്. സ്റ്റിക്കറുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ നടക്കൽ എന്ന പേരിന് ഒരു ഷെയ്ഡ് ആവശ്യമായിട്ടുണ്ട്. അവരുടെ പണ്ട് മുതലേ ഉള്ള പേരിന് ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ ആ ഷെയ്ഡ് തെങ്ങണായിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ആശാൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ 2-3 വണ്ടിക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേട്ടൻ ചെയ്യുകയും ഞാനത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. അങ്ങനെ കിബാലൈറ്റിൻ്റെ സ്റ്റിക്കറിലാണ് ഈ ഷെയ്ഡ് കൊടുക്കുന്നത്. സാധാ ചൈന റിഫ്ലക്ടറിലല്ല, കിബാലൈറ്റിൻ്റെ ഒറിജിനൽ സ്റ്റിക്കറിൽ തന്നെയാണ് ഈ ഷെയ്ഡ് കൊടുത്ത് പേര് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുണ്ടക്കയത്തു നിന്നും കുട്ടിക്കൽ, തേൻപുഴ, ഏന്തയാർ എന്നീ സ്ഥലങ്ങൾ കടന്ന് എളങ്കാട്ടിലോട്ട് സർവീസ് നടത്തുന്ന ഒരു ഓർഡിനറി സർവീസ് ബസ്സാണിത്. ഇതിനു മുമ്പ് 2012 മോഡൽ ഉള്ളൊരു ബസ്സായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. അപ്ഡേഷന് വേണ്ടി ഈയിടെയാണ് ഈ ബസ് ഇവർ വാങ്ങുകയും ഇതിൻ്റെ വർക്കുകൾ ചെയ്യുകയും അടുത്തു തന്നെ സർവീസ് നടത്താനായി റെഡിയായി നിൽക്കുകയും ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്നുമാണ് ഇവർ ഈ വാഹനം വാങ്ങിയത്. എന്നാൽ വാഹനം വാങ്ങിയപ്പോൾ കൊച്ചിൻ എന്ന പേരിലല്ലായിരുന്നു ഈ വാഹനം. അതെന്തുമാകട്ടെ, ഏതായാലും കട്ട് ചെയ്ത സ്റ്റിക്കറെല്ലാം എടുത്തുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ അതുമായി ഞാൻ മുണ്ടക്കയത്ത് വന്നു. അവിടെ ഒരു ഷെഡിൽ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പിലാണ് ഈ വാഹനം കിടക്കുന്നത്. രാവിലെ 9:15 ദേവമാതായിൽ ഞാൻ വന്നു. ഒരു 11 മണിക്ക് അടുത്തായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം സൈഡ് റൂട്ട്, ആദ്യം തന്നെ സൈഡ് റൂട്ട് ഒട്ടിച്ചു. പേരിനാവശ്യമായ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ വൈറ്റ് ലെറ്റർ കൊടുത്ത് നടക്കൽ എന്ന പേര് പൂർണ്ണമായും ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ബാക്കി വശത്തെ വർക്കുകളായ ചെറിയ റൂട്ട് ബോർഡിലെ ഗ്ലാസ്സിലെ സ്റ്റിക്കർ, ബാക്കിലെ മുണ്ടക്കയം എന്ന ഇംഗ്ലീഷിലുള്ള പേര്, സെൻറ്റ് ജോർജിൻ്റെ പടം, ബാക്കിലെ നടക്കൽ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ലെറ്ററിൽ ബാക്കിലെ പേര് കൊടുത്തു. പിന്നെ എളങ്കാട് മുണ്ടക്കയം എന്ന റൂട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ബാക്കി വശത്തെ പണികളെല്ലാം പൂർത്തിയാക്കി ഇരുവശങ്ങളിലെയും പേരും റൂട്ടും എല്ലാം ഒട്ടിച്ചതിന് ശേഷം വാഹനം ഒന്ന് തിരിച്ചിട്ടു. അതിന് ഡോണി നടക്കൽ, അതായത് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ വന്ന് ഈ വാഹനം തിരിച്ചിട്ട് ഫ്രണ്ട് ഷെഡിനകത്തേക്ക് കയറ്റത്തക്ക വിധത്തിൽ ഇട്ടു തന്നു. അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിലോ പണി ചെയ്ത് തീരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു വെയിലുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ മാറ്റിയിടാനായിട്ട് പറഞ്ഞത്. എന്നാൽ വണ്ടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയേറെ വർഷങ്ങളായി ഇവരുടെ വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളർ കോഡ് വരുന്നതിന് മുമ്പും ഇവരുടെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് മുതലേ ഉള്ളൊരു ബന്ധമാണ് ഇവർ തമ്മിൽ. അതുകൊണ്ടാണ് ഞാൻ മുണ്ടക്കയത്ത് വന്ന് ഈ വർക്ക് ചെയ്യാൻ തയ്യാറായതും. ഇവർക്ക് മന്നാസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു വാഹനം കൂടെ ഉണ്ട്. അതിൻ്റെ വർക്കുകളും ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബസ്സിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും മുണ്ടക്കയത്തുന്നതിന് മുന്നേ പൈങ്ങന എന്ന സ്ഥലത്താണ് ഈ വാഹനം കടന്നിരുന്നത്. അവിടെ ഷൈബു എന്ന പേരിലുള്ള മറ്റു വാഹനം കൂടെ അവിടെ ആ ഷെഡിൽ കിടപ്പുണ്ടായിരുന്നു. എന്തോ മെക്കാനിക്കൽ പണിക്ക് വന്നതാണ് വണ്ടി. ഇതൊരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ്. ഇവരുടെ മെക്കാനിക്കൽ പണിയെല്ലാം ഇവിടെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ വന്നപ്പോൾ ഓണറുമില്ല, വണ്ടിയുടെ സ്റ്റാഫും ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ നേരത്തെ ഇവരുടെ വാഹനം ചെയ്തൊരു പരിചയം ഉള്ളതുകൊണ്ട് കൊണ്ടുവന്ന സ്റ്റിക്കറെല്ലാം തന്നെ ഞാൻ ഒട്ടിച്ചു തുടങ്ങി. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഓണർ വരികയും വാഹനം തിരിച്ചെടുത്ത് തരികയും ചെയ്തു. അങ്ങനെ ബാക്കിലെ വശത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് ഷെഡിനകത്തോട്ട് കയറ്റിയിട്ടു. ഫ്രണ്ട് ഗ്ലാസ്സിന് അകത്തെ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്നുള്ളൊരു ഫിലിമാണ് ഇവർ ഫ്രണ്ട് ഗ്ലാസ്സിന് ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നടക്കൽ എന്ന പേരും സ്റ്റിക്കർ ചെയ്തു. തെങ്ങണയിൽ നിന്ന് ഷെയ്ഡെല്ലാം ഇട്ട് കൊണ്ടുവന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ പേര് ഒട്ടിക്കുന്ന ജോലി തീർന്നു. കൂടാതെ ആ നടക്കലിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റാറുകൾ, അടിയിൽ കുറച്ച് ബ്ലൂ ഡിസൈൻസ്, കൂടാതെ ഫ്രണ്ടിലെ സ്റ്റിക്കർ വർക്കുകൾ എല്ലാം തന്നെ ചെയ്ത് വാഹനത്തിൻ്റെ ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കി. 2-3 മിസ്റ്റേക്കുകളുണ്ട്. ഫ്രണ്ടിലെ ലൈലാൻഡിൻ്റെ മുകളിൽ മന്നാസ് എന്ന പേരുണ്ടായിരുന്നു. അത് ഒട്ടിച്ച് വഴി മിസ്റ്റേക്കായി. അപ്പോൾ അത് വേറെ കട്ട് ചെയ്യണം. കൂടാതെ സൈഡിൽ വെൽക്കം ഒട്ടിക്കാൻ കൊണ്ടുവന്ന സ്റ്റിക്കറിൽ വെൽക്കത്തിന് ഈയുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ കൊണ്ടുവന്നില്ല. കൂടാതെ ഗിഫ്റ്റ് ഓഫ് കോഡ് എന്ന ഒരു സ്റ്റിക്കർ പറഞ്ഞിരുന്നു, കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഒട്ടിക്കാൻ മറന്നുപോയി. ഇത്രയും കാര്യങ്ങൾ 3 കാര്യങ്ങൾ പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ പെൻഡിംഗ് വന്ന ഈ 3 സ്റ്റിക്കറുകളും കട്ട് ചെയ്ത് ഏതെങ്കിലും വാഹനത്തിൽ, മുണ്ടക്കയത്ത് വരുന്ന വാഹനത്തിൽ കയറ്റി വിട്ടേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലത്തെയും സൈഡിലത്തെയും എല്ലാ സ്റ്റിക്കർ വർക്കുകളും കഴിഞ്ഞു. ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ വർക്ക് ഓവറാണ് എന്ന അഭിപ്രായമുള്ളവർ കാണും, എന്നാൽ കുറഞ്ഞുപോയി എന്ന അഭിപ്രായമുള്ളവർ കാണും. നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ബസ്സിൻ്റെ റൂട്ട് സംബന്ധിച്ച കാര്യങ്ങളോ ഇതിനു മുമ്പ് പറഞ്ഞ കൊച്ചിൻ ബസ്സിൻ്റെ റൂട്ട് സംബന്ധിച്ച കാര്യങ്ങളോ
അതുമല്ല മറ്റേതെങ്കിലും രീതിയിൽ ഞാൻ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തലുകളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക.